ഉപ്പാൻ്റെ കൂടെ മറ്റൊരു ദിവസം ഒറ്റയ്ക്കുള്ളൊരു യാത്ര, ഉപ്പയും ഞാനും മാത്രമായിട്ട് ഒരു മനോഹരമായ യാത്ര. രണ്ട് കാര്യങ്ങളാണ് ഇതിലുള്ളത്. ഒന്നാമത്തേത്, എൻ്റെ ചെറുപ്പത്തിൽ, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഉപ്പ ഞങ്ങളൊക്കെ കോഴിക്കോട് കൊണ്ടുപോകുമ്പോൾ അവിടുത്തെ സാഗർ ഹോട്ടൽ, ആദ്യകാല ഹോട്ടലുകളൊന്നാണ്, അവിടെ നിന്ന് നല്ല ഭക്ഷണം വാങ്ങിച്ചു തരും. ഇന്നിപ്പോൾ എനിക്കൊരാഗ്രഹം, ഉപ്പാനെ കൂട്ടി സാഗർ ഹോട്ടലിൽ പോകണം, അവിടെ നിന്ന് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ച് തിരിച്ചു വരണം, ഒരു റിഫ്രഷ്മെൻ്റ് അല്ലേ. അതോടൊപ്പം തന്നെ ഹൈവേയുടെ വർക്ക് നടക്കാനുള്ള, അപ്പോൾ അതിൻ്റെ അപ്ഡേഷനൊക്കെ ഒന്ന് ഉപ്പാക്കും കാണാം. പിന്നെ ഒരു സന്തോഷമുള്ള നിമിഷമാകത്താം, ജീവിതത്തിൽ ഏറ്റവും മെമ്മറബിളായിട്ടുള്ള നിമിഷങ്ങൾ, ഉപ്പയുടെ കൂടെയുള്ള നിമിഷം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ തന്നെയാണല്ലോ. ഇതൊക്കെ കിട്ടുന്ന സമയത്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു പോളിസി എന്ന് പറയുന്നത്. അതോടൊപ്പം ഈ വീഡിയോൻ്റെ അവസാനം സർപ്രൈസായിട്ട് ഉപ്പയുടെ ഒരു ഫ്രണ്ട്, വർഷങ്ങൾക്ക് മുന്നേ കണ്ട ഒരു ഫ്രണ്ടിനെ കാണുന്നു. കുറച്ചൊരു നല്ല നിമിഷങ്ങൾ ഇതിൻ്റെ ഏറ്റവും അവസാന ഭാഗത്തുണ്ട്. അത് ശരിക്കും ഒരു കോംപ്ലിമെൻ്റ് ആണ് എൻ്റെ ഉപ്പക്ക് കിട്ടുന്ന. കക്കാട് റോഡ് താഴേക്കായി, മേലെയാണ് ഇപ്പോൾ കക്കാട് ടൗണ്. ഇനിയിപ്പോൾ കോഴിക്കോട് പോകുമ്പോൾ പിന്നെ കക്കാട് ഇത് കാണൂല, ഈ റോഡിന് കയറുകയാണെങ്കിലേ. ഈ പാടേതാ മനസ്സിലായോ? അത് കക്കാട് കഴിഞ്ഞാലുള്ള പാടേതാ? കുരിയാറോ? ആ, കുരിയാറാണ് ഇപ്പൊ ഇത്. ഇതിപ്പോ കുളപ്പറ, നമ്മളെ ചേളാരി ഏട്ടാ. ചേളാരിയൊക്കെ ഇപ്പൊ താഴത്തേക്ക് ഇറങ്ങി, അങ്ങാടിയൊക്കെ താഴത്ത, യൂണിവേഴ്സിറ്റി എത്താനായിട്ടാ. ചേളാരിയൊക്കെ കഴിഞ്ഞില്ലേ? ചേളാരി കഴിഞ്ഞ് യൂണിവേഴ്സിറ്റിക്ക് ഇതൊക്കെ ഇതാ. പിന്നെ ക്രിസ്ത്യൻ പള്ളി ഇതാ ഓർമ്മല്ലേ? ഇതിപ്പോ രാമനാട്ടുര ബൈപ്പാസ് ഇട്ടാ, പണ്ടന്നെ ഉള്ള അങ്ങനെ പോയ രാമനാട്ടുര. ഇപ്പൊ ഇവിടെ ഒരു ബ്ലോക്ക് ഉണ്ടാവും, കടവിന്റെ ബ്രിഡ്ജ് ഉണ്ടല്ലോ, ആ പാലം ശരിയാവോളം നല്ല ബ്ലോക്ക് ആയിരിക്കും. ഹൈലൈറ്റ് മാൾ പറഞ്ഞിട്ടാ മാളാണ്. അപ്പൊ കോഴിക്കോട് എത്തിയ ഇത് ഐക്കോറ മാംഗോ ടൗൺ, ഫിഷ് മാംഗോ ഒക്കെ അറിയാതെ. പിന്നെ ഉണ്ട് ഇതേ പോവാ. ടൗണ് മൊത്തം ബ്ലോക്കാ. ഇതേത് ഹോസ്പിറ്റൽ അറിയോ? ആ കാണുന്നേ അപ്പൊ ആകെ നമുക്ക് ബ്ലോക്കേ ഈ കൂരിയാട് മാത്രമേ വന്നിട്ടുള്ളൂ. കോഴിക്കോട് നിന്ന് വന്നപ്പോഴേ ആണ്ട്. അപ്പോൾ പിന്നെ ഇതും കൂടെ ശരിയായാൽ ഏകദേശം നമുക്ക് ഇതാവും. ഇവിടെ നല്ല ബ്ലോക്ക് തന്നെയാണ്, ഒരു ബോട്ടിൽ നെക്ക് ബ്ലോക്കാണ്. നമ്മളിപ്പോൾ എവിടെ എത്തിയാ അറിയോ? അല്ലല്ല, ഇവിടെ എത്തി ടിപ് ടോപ്പ്. അതാ ജിഫാൻ, ഇതാ ചെങ്കട്ടി. കടിയാണോ? ഉണ്ടല്ലോ, കടിയുണ്ടല്ലോ. നിത്യ അവസാനം കോഴിക്കോട് ഇവിടെ എത്തി. ഇവിടുത്തെ ചായം കിട്ടി, സാഗരത്തെ ചായം കിട്ടി. പിന്നെ കുഞ്ഞാക്കാക്ക് മസ്റ്റാണ്. ഇയാളെ പരിചയപ്പെടുത്ത്. നമ്മളെ സുഹൃത്താണ്, ചാലക്കുടിയിൽ നിന്ന് വന്നാണ്. പ്രജിത്ത് സൗദിയിലല്ലേ? സൗദിയില്. ഓക്കെ, അടിപൊളി. ഞങ്ങൾ കണ്ടിരുന്നു കേട്ടാ, നമ്മൾ കണ്ടിരുന്നു. അടിപൊളി. ഏതായാലും ഞങ്ങൾ സാഗർ പോയതായിരുന്നു. ഈ കോഴിക്കോട് സാഗർ ഹോട്ടൽ അറിയില്ലേ? അറിയാം. അപ്പൊ ഉപ്പ എന്നെ ചെറുപ്പത്തിൽ ഒരുപാട് കൊണ്ടുപോകാറുണ്ട് ഞങ്ങളെ. അപ്പൊ ഉപ്പ ഞങ്ങളിങ്ങനെ ഫുഡ് കഴിക്കാനായിട്ട് പോയതാണത്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഉപ്പാക്ക്. ഷറായി നീ ആണോ? മതിയാ. ഇത് മാഷേ, അസ്സലാമു അലൈക്കും. ഇത് ഉപ്പാന്റെ കൂടെ പിന്നെ അവിടെ ഇവിടെ അല്ലേ, ജിഒ പി സ്കൂള് മുണ്ടോത്തറമ്പില് HM ആയ സമയത്ത് അവിടെ സഹപ്രവർത്തകനായ മാഷാണ്. ഇദ്ദേഹത്തെ ഒരു പക്ഷേ ഒരുപാട് പേർക്ക് അറിയാൻ പറ്റും. സഭാ മാഷ്. പിന്നെ പ്രത്യേകത, ഈ മാപ്പിള കലകൾക്കൊക്കെ സ്റ്റേറ്റ് കലോത്സവത്തിന് ജഡ്ജ്മെന്റിൽ പോണാണ്. മാഷ് എന്താ സുഖല്ലേ? എങ്ങനെയുണ്ട്? ഇപ്പാനെ കണ്ടപ്പോ സന്തോഷമായി? വണ്ടൂരല്ലേ വീട്? ഒരുപാട് സന്തോഷം. ഞങ്ങള് 4 വർഷം ഒന്നിച്ച്. ഏത് വർഷത്തിലാണത്? അത് 91, 92, 93, 94 വർഷം അല്ലേ? അവിടെ മുണ്ടോത്തറമ്പ് സ്കൂളിലായിരുന്നു. ഏതായാലും ഞങ്ങളെ മാഷ് വിളിച്ചു. പിന്നെ ഒരാളും കൂടെ കാണിച്ചു തരാം. ഇദ്ദേഹത്തിന്റെ മകളാണ്, പിന്നെ PKMHS ടീച്ചറാണ്, ഇഷ്റത്ത്.
എന്തൊക്കെയുണ്ട് ടീച്ചറെ? സഭ എന്താ എൻ്റെ ഓർമ്മ എന്താ പറയാ, അന്ന് വർഷങ്ങൾക്ക് മുന്നേ അന്ന് സംസ്ഥാന കലോത്സവത്തിൽ അല്ല ജില്ലാ കലോത്സവം കോട്ടയ്ക്ക് വെച്ചാണ്, എഡ്രിക്കോട് വെച്ച് നടക്കുമ്പോൾ വീട്ടിൽ വന്നിട്ട് നമ്മുടെ വീട്ടിലാണ് ഇവർ ഡാൻസിനും പാട്ടിനൊക്കെ പ്രാക്ടീസിന് വന്നിരുന്നത് മാഷെ കൂടെ. അന്ന് റിഹേഴ്സലിന് അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു ഓർമ്മയാണ്. 4 ദിവസം അവിടെ ഉണ്ടായിരുന്നില്ല വീട്ടില്. അന്ന് ഞാനൊക്കെ വളരെ കുട്ടിയാണ്. പിന്നെ ആ വർഷത്തെ ഏത് വർഷമായിരുന്നു അത്? 93-ലെ എന്താ പറയാ കലാതിലകായിരുന്നു. നല്ല പാട്ട് പാടും കേട്ടോ, ഡാൻസ് മാത്രല്ല. ഇപ്പൊ ഏതാ വിഷയം? ഇപ്പൊ ബോട്ടണിയാണ് സബ്ജക്ട്. TKMHSലെ ആ പാട്ടിലുണ്ട്. ഓക്കെ, ഉപ്പാന്റെ ഇതാണോ കിട്ടിയിട്ടുള്ളത് പാട്ടൊക്കെ? ഇങ്ങോട്ട് വരി, പരിചയപ്പെടുത്തി. ഹസ്ബൻഡ്. നിങ്ങളെ പേരെന്തായിരുന്നു? ഹക്കീം, അബ്ദുൽ ഹക്കീം. ഏതാ ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ലേബർ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പോൾ ക്ഷേമനിധി ബോർഡിലാണ്, കണ്ണൂര്. ഓക്കെ, കണ്ടതിൽ സന്തോഷം കേട്ടോ. സന്തോഷം മാഷേ, സന്തോഷം. എന്നാലും മാഷെ കണ്ടല്ലോ, ഞാൻ പിന്നെ നമുക്ക് വണ്ടൂർ പോകാം. നമുക്ക് വലിയ സന്തോഷം തന്നെ, ഒരുപാട് സന്തോഷം. കാര്യം എന്നും ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ കഴിഞ്ഞു പോയ അധ്യാപകരുടെ കൂട്ടത്തിലെ മേലെ നിൽക്കുന്ന എല്ലാ കാര്യങ്ങളെ കൊണ്ടും ഞാൻ പലപ്പോഴും പറയാറുണ്ട്. കാരണം നമ്മളോടൊക്കെ എപ്പോഴും പറയാറുണ്ട്. ഒരുപാട് എച്ചന്മാരുടെ കീഴിൽ നമ്മൾ വർക്ക് ചെയ്തതാണ്. അപ്പോൾ നമ്മുടെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ച ചില വ്യക്തികളുണ്ടാവും. അതിൽ ഏറ്റവും ഫസ്റ്റ് നിൽക്കുന്ന ആളാണ്. അടിപൊളി, സന്തോഷമായി കേട്ടപ്പോൾ നമുക്ക് സന്തോഷം. ഇൻഷാ അല്ലാ. പിന്നെ വേറെ എന്തൊക്കെയാ? ഒരുപാട് ചാരിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ. വണ്ടൂര് വഫാറിന് വലിയൊരു ചാരിറ്റി സംഘടന ഉണ്ട്, ഒരുപാട് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഒക്കെ ഭാരവാഹിയും പിന്നെ ഒരുപാട് പ്രവർത്തനങ്ങളൊക്കെ സംഘമുണ്ട്, വാക്കേഴ്സ് അസോസിയേഷൻ. അതുകൊണ്ടല്ലേ? ജഡ്ജ്മെന്റ് എല്ലാ വർഷവും ജില്ലാ സ്റ്റേറ്റിലൊക്കെ പോകും. പ്രത്യേകിച്ച് ഏതിനാ പോകാറുള്ളത്? മാപ്പിള കളികൾക്ക് മുറുതു, ഗസൽ, ഇതൊക്കെ പോകില്ലേ? അടിപൊളി. ഓക്കെ.